അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്തൃസന്നിധിയിൽ വിനയത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കൂപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളുടെ യാത്രകളെ നീ ആശീർവദിക്കണമേ. അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. കർത്താവെ, സഞ്ചാരപഥങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം. ചർച്ചാ മീറ്റിങ്ങുകളെ നീ ആശീർവദിക്കണം. ജോലിക്ക് പോകുന്നവരുടെ ഈശോയെ, ജോലിക്ക് പോകുന്നവരെ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ, കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ, ശുശ്രൂഷ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ, ഹോം നേഴ്സുമാർ, സീനിയർ ആയിട്ടുള്ളവരെ സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ, അവരുടെ മേഖലകളിലെല്ലാം അവരനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസകൾ അളിച്ച കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും നിന്റെ നാമത്തിൽ, ആ കുരിശടയാളത്തിൽ അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവേ, സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ കുഞ്ഞാടിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള പാതായനങ്ങളെ, ഭവനയിടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഭവനയിടങ്ങളെ തിന്മകൾ സ്പർശിക്കാതിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിത മാർഗങ്ങളെ, വരുമാന മാർഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വരുമാന മാർഗം നഷ്ടപ്പെടുന്നവരുണ്ട്, കാലാവസ്ഥകളുടെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട്, മറ്റു തരത്തിലുള്ള
നിമ്നോന്നതങ്ങൾ കാരണം കർത്താവ്, മാർക്കറ്റിൻ്റെ നഷ്ടം കാരണം, കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഈശോയെ. പലപ്പോഴും പലിശ കയറി കർത്താവ് അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ എത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ, ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ, ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണുന്നുണ്ട് ഈശോയെ. ഞങ്ങൾ ലഭിച്ച മുഴുവൻ ഓഫറുകളെ നീ സംരക്ഷിക്കണം ഈശോയെ. നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അബോർഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭത്തെ ശിശുക്കളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ സ്പർശിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറ വലതുകരം നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശീർവദിക്കട്ടെ. കർത്താവ് മെനിഞ്ചൈറ്റിസിൻ്റെ രോഗങ്ങൾ, പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ, കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് എപ്പോഴും നീർക്കെട്ടുന്നുണ്ടാവുന്നവർ, തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ, ശ്വാസകോശങ്ങൾ രോഗമുള്ളവർ, ചുമ വിട്ടുമാറാത്തവർ, പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ സ്പർശിക്കണമേ. ശരീരമാസകരം രോഗങ്ങൾ കാരണം, വേദനകൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ, ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും നിനക്കുണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നെടുക്കുന്ന വചനങ്ങൾ, ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ആധ്യാത്മിക ജീവിതം ഉണ്ടെങ്കിലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നടക്കും. അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവവും നമ്മളും തമ്മിൽ ഒരു ആധ്യാത്മിക ബന്ധം, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും. അങ്ങനെ ഒരു വചനമുണ്ട്. അതായത് മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 6-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. അത് കറക്റ്റല്ലേ? പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല. ഇതിന്റെ 6:33 ഉണ്ട്. അതുകൂടി വായിക്കുമ്പോൾ ഇത് കറക്റ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത്. എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എന്താ പ്രശ്നം? 6:8 എന്താ പറയണത്? നിങ്ങളുടെ ആവശ്യം ദൈവപിതാവ് അറിയുന്നു. അറിഞ്ഞത് കൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കുകയുള്ളൂ. അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 6:33 വർക്കൗട്ട് ചെയ്യണം. എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. ദൈവരാജ്യം എന്നുകൊണ്ട് എന്താണ്? അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 14:17 എടുത്ത് റോമാലേഖനം. ദൈവരാജ്യം എന്നാൽ 14:17 റോമ എന്താണ്? അപ്പൊ ആദ്യം ഇപ്പം നമ്മൾ 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറയണത്. അതെന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്നാൽ 14:17 റോമാലേഖനം എന്താണത്? ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും. നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല. ജോലി, വീട്, വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല. അത് അന്നു വേണ്ട ആഹാരത്തിൽ പെടുന്നതാണ്. പക്ഷെ ദൈവരാജ്യം എന്നാൽ അന്നു വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല. പിന്നെന്താണ് പറയണത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് കരുതണം. നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട്, നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടണത്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും. എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മളിൽ തന്നെ വരും. അതാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണെന്ന് പറയത്തില്ലേ? 21 എടുത്തേ. ലൂക്ക 17:21. ലൂക്ക 17:21 നോക്കിയേ. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ
ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവപിതാവ് അറിയുക മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും. അതെന്താ സംഭവം എന്നറിയാമോ? ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. നിമിഷ, അതായത് അത് വടക്കാഞ്ചേരി, തൃശ്ശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ്. അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ കൊണ്ടുവരും. പറയും, നിമിഷേ ഇത് നിൻ്റെതല്ല, പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ അടുത്ത ഇവിടെ കൂടെ വേറൊരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ, മാറിപ്പോയെന്ന് തോന്നണേ. ഇത് ഇവളുടെ ബ്ലഡ് എടുത്ത് എന്നിട്ട് ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവർക്ക് ഹൈ ഷുഗറാണ്, SGOT SGPT കരളിൻ്റെ അസുഖങ്ങളുടെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവൾ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡല്ല എടുത്തത്, അല്ല നിമിഷക്ക് വേറൊരു നിമിഷക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടേക്ക് എന്നാൽ ബ്ലഡ് എടുത്തിരിക്കണത്. ഓക്കെ, അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവളെ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത്. ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ. അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ടാക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും? ഇവള് ആ സാക്ഷ്യങ്ങൾ കേൾക്കണം, അപ്പീലുണ്ടത്. എന്നിട്ട് ഇവൾ ഒരിടത്തും പോകത്തില്ല, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് പോകത്തില്ല. ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും, ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അവൾ ചിരിക്കും. എന്താ കാര്യം? അവളൊന്നും ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതായത് എവിടെ ചെന്നാലും ഇവളെ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും കൃപാസനത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണത് ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിയിരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാണ്. അതായത് അങ്ങനെ ജീവിച്ച ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും. പ്രാർത്ഥിക മതം ചെയ്യണമെങ്കിൽ സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ചെയ്യത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര്, ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും. നമ്മളെ ഏറ്റെടുക്കണം. നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത്, നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. പക്ഷെ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും. നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജൂണിയ. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. ഞാൻ 2019 ജനുവരിയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് ഞാനങ്ങ് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് പോയെങ്കിലും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ചിട്ടങ്ങ് മറന്നുപോയി. ആ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ ഈ മുഴയുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിൽ മോൻ്റെ സ്കൂളിൽ ചെന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അവളുടെ കാലിൻ്റെ മുട്ടിലൊരു മുഴയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എന്താ നിൻ്റെ അഭിപ്രായമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ട്, ഞാൻ കൃപാസനത്തിൽ അതിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് നിൻ്റെ കയ്യിൽ മുഴ എവിടെയാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൈ മുഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ മുഴ പിന്നെ കാണുന്നില്ല. പക്ഷെ പിന്നീട് ഇതുവരെ ആ മുഴ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് സർജറിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് എനിക്ക് ഉടമ്പടി പുതുക്കാനോ പിന്നീടൊന്ന് പ്രാർത്ഥിക്കാൻ വരാനോ ഒന്നും സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ജനുവരി 23 ഹസ്ബൻഡ് വിദേശത്താണ് ജോലി. ഹസ്ബൻഡ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ച് ജനുവരി 23 നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് പിന്നീട് ഇവിടുന്ന് ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചികിത്സയൊക്കെ ചെയ്ത് കുറേ സ്ഥലത്തൊക്കെ നന്നായിട്ട് ഒരുപാട് മരുന്നിനൊക്കെ നമുക്ക് ഒരുപാട് പൈസയായി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അപ്പോൾ ഇനി ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളൊരു സിറ്റുവേഷനായി നമുക്ക്. അപ്പോൾ ഹസ്ബൻഡിനും തീരെ സുഖമില്ല. അപ്പോൾ നമ്മൾ കുറേ ആശുപത്രികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഹസ്ബൻഡിനെയും കൊണ്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ഹസ്ബൻഡിന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ പഴയ കഫീൽ തിരിച്ച് വിളിക്കുകയാണ് പുള്ളീനെ. തിരിച്ച് വാ ഫ്രാൻസിസ്, തിരിച്ച് വാ എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോള് വരികയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് പോകാം, മെഡിസിനൊക്കെ അവിടെ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം, എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ ഒരു വലിയ കടമ്പയാണ് ഇതിനകത്ത്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ഒരാൾക്ക് മെഡിക്കൽ പാസ്സാവുക എന്ന് പറഞ്ഞാൽ 1% പോലും ഒരു വിശ്വാസമില്ല കാര്യത്തിൽ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളി ഞങ്ങൾക്ക് പേപ്പറെല്ലാം അയച്ചു തന്നു, വിസയുടെ എല്ലാം വന്ന് പേപ്പർ വന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ മെഡിക്കലിന് പോവുകയാണ്. അവിടെ ചെന്ന് ഇത് കണക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഒരുപാട് പൈസയൊക്കെ നമുക്ക് മെഡിക്കലിന് പോകുമ്പോൾ ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മെഡിക്കൽ എടുക്കാനായിട്ട് എല്ലാം അകത്ത് കയറി ടെസ്റ്റ് ചെയ്ത് ആദ്യം കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം കളർ വിഷൻ്റെ പ്രശ്നം പറഞ്ഞ് മെഡിക്കൽ ഫെയിലായി. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മളവരെ പിന്നെ അറിയിച്ച് കളർ വിഷൻ്റെ പ്രശ്നം കാരണം മെഡിക്കൽ നമ്മൾ ഫെയിലായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മലപ്പുറത്ത് പോയി മെഡിക്കൽ എടുക്കുക, അവിടെ ആകുമ്പോഴത്തേക്കും ഇത്രയും ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ മെഡിക്കൽ എളുപ്പമാകും എന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളുപ്പിനെ ഇവിടുന്ന് മഞ്ചേരിക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് അവിടെ ചെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഏജൻറ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ആ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ മെഡിക്കൽ എടുക്കാൻ അതിനകത്ത് കയറാനായിട്ട്. ഞാനും ഹസ്ബൻഡും അവിടെ ചെന്നപ്പം ഈ ഏജൻറ്റിനെ വിളിക്കാൻ മറന്നുപോയി, എന്ത് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് അങ്ങ് കയറി ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉടനെ അവർ ചോദിച്ചു മെഡിക്കൽ എടുക്കാൻ വന്നതല്ലേ? അപ്പോൾ അതെ. നിങ്ങൾ മെഡിക്കൽ ഫെയിലായതാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ, ഒരു മെഡിക്കൽ കൊച്ചി വെച്ച് ഫെയിലായതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും അവിടെ പറയാൻ പാടില്ലാത്തതാണ്. നമ്മൾ മെഡിക്കൽ ഫെയിലായതാണെന്നോ നമ്മൾക്ക് എന്ത് കാര്യത്തിനാണ് നമ്മൾ മെഡിക്കൽ ഫെയിലായതാണെന്നോ ഒന്നും നമ്മളവിടെ പറയാൻ പാടില്ല. ഞങ്ങളിതെല്ലാം അവിടെ പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഷുഗറിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. ആദ്യം കളർ വിഷനായിരുന്നു, പിന്നെ പറഞ്ഞു ഷുഗറിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്, ഈ മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞു. മഞ്ചേരി വരെ പോയ ഞങ്ങൾ അത്രയും പൈസയും പിന്നെയും മുടക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പം പുറത്തോട്ടൊന്നും പോകുന്നൊന്നും നടക്കത്തൊന്നുമില്ല ഒച്ചേ, അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടൊന്നും നീ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കാം പോകാനായിട്ട്. അപ്പം മോൻ ഇത്തവണ 10ലാണ്. അപ്പം മോനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനുള്ളൊരു പേടി, 10ലായതുകൊണ്ടുള്ളൊരു പേടിയാണ്, വേറെ പേടിയൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു അവൻ 10എങ്കിലും പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനം വളരെ മോശമായി പോകത്തില്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവിടെ പിന്നെ ഒരു ഗ്യാപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങളെ അങ്ങ് വിട്ട്, പുള്ളി പിന്നെ നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ആ ജോലിയെക്കുറിച്ചുള്ള ആ പ്രതീക്ഷകളെല്ലാം വിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നാട്ടിൽ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ നാട്ടിൽ പുള്ളി ചെയ്ത്. അപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഈ വയ്യാഴികൾക്ക് മുടക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് നമുക്കൊന്നും ബെനിഫിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെയും പ്രശ്നമായി. മോൻ പഠിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പോൾ പിന്നെയും വിഷയമായി. അപ്പോൾ ഉടനെ ഞാൻ പണ്ടെങ്ങോ ഒരു സൈറ്റിൽ പുള്ളിയുടെ ഒരു പേര് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ മറന്നു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഒരു ഞായറാഴ്ച ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഫോൺ വന്നിട്ട് ചോദിച്ചു മേഡം ഇത് ഇന്ന ആളുടെ വൈഫാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇന്ന ആളാണോ? അതെ. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു മേഡം ഞങ്ങൾ ഖത്തർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിയാണ് വിളിക്കുന്നത്. മേഡം ഇത് കണക്ക് ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ആൾക്കൊരു ചാൻസ് ഉണ്ട്, എങ്ങനെയുണ്ട്, നിങ്ങൾ പോകുന്നോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. അപ്പം കാരണം മെഡിക്കൽ പാസ്സാവത്തില്ലല്ലോ, പിന്നെ നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം, ഖത്തർ ആകുമ്പോഴത്തേക്കും അത്രയും മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം 2 വട്ടം പോയി ഞങ്ങൾ ആകപ്പാടെ മടുത്ത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് കണക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഖത്തറിലേക്ക് പോകാനായിട്ട് 2 സെൻറ്ററേ ഉള്ളൂ, ഒന്ന് കൊച്ചിയും ഒന്ന് ചെന്നൈയും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കൊച്ചിയിൽ ഭയങ്കര ടഫാണ് മെഡിക്കൽ, നമുക്ക് ചെന്നൈയിലേക്ക് മെഡിക്കൽ എടുക്കാൻ അവരോട് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നൈക്ക് പോവുക ഈ ദീപാവലിക്ക്. ഇവിടുന്ന് ടിക്കറ്റ് ഇല്ല ട്രെയിനിന് പോകാനായിട്ട്. ഞങ്ങൾ ബസ്സിന് ബുക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഇടിയൊക്കെ കൊണ്ട് ഞങ്ങൾ ചെന്നൈയിൽ ചെന്ന് അവിടെ ചെന്ന് മണിക്കൂറുകളോളം മഴയത്ത് ക്യൂ നിന്ന്
അവിടെ വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല നമുക്ക് നിൽക്കാൻ, പുറത്ത് തന്നെ നമ്മൾ റോഡിൽ തന്നെ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ മണിക്കൂറുകളോളം മഴയത്ത് ക്യൂ നിന്ന് ഹസ്ബൻഡ് അകത്ത് കയറി അവിടെ ചെന്ന് മെഡിക്കലിൻ്റെ പേപ്പറെല്ലാം കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇതിലൊരു സ്പെല്ലിങ് തെറ്റാ, അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മെഡിക്കൽ നടക്കത്തില്ല. അപ്പോൾ ഇത്രയും ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്നു, എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതാണ്, ഞാനിതൊക്കെ അങ്ങ് പാടെ മറന്നുപോയി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരയണമെന്നോ എനിക്ക് ചിരിക്കണമെന്നോ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. കാരണം 14 വർഷം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഇതുവരെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യന് ഇപ്രാവശ്യം വന്നപ്പം ഈ 3ാമത്തെ മെഡിക്കലും ഫെയിലായപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ ഉടനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പം ഞാൻ പുറത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതെന്ത് കഷ്ടമല്ലേ, നമുക്കെന്നാൽ തിരിച്ചു പോകാം, ഇനി അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു വരാനും ട്രെയിനില്ല, ആകെപ്പാടെ പ്രശ്നമായി, ദീപാവലി ബഹളം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നപ്പം ഞങ്ങൾക്ക് 2 ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ തിരിച്ച് ഇതുവഴി, ഞങ്ങൾ വണ്ടാനത്താണ് താമസിക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോയപ്പം ഞാനപ്പം പറഞ്ഞേ, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ പുതുക്കിയില്ലല്ലോ, ഇനിയും അതിട്ട് എങ്ങാനും ആയിരിക്കുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനെങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മോന് ക്ലാസ് ഇല്ല. ഞാൻ പറഞ്ഞെടാ, നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വരുമോ ഉടമ്പടി പുതുക്കാനായിട്ട്, ഇത്രയും വർഷമായി അവിടെ ചെല്ലുമ്പോൾ എന്നെ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ, 2019 ഉടമ്പടി എടുത്തതല്ലേ, ഇതുവരെ നിങ്ങളിത് പുതുക്കിയിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, അവർ പറയുന്ന വഴക്കൊന്ന് ഷെയർ ചെയ്യുക, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ, നമുക്ക് 2 പേർക്കും കൂടെ പോകാം, പപ്പയുടെ കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ എൻ്റെ കൂടെ വന്ന്, ഞാനും മകനും കൂടി ഇവിടെ വന്ന്, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്ന് പറയാൻ ചമ്മലായിരുന്നു. ഇത്രയും വർഷം ഉടമ്പടി എടുത്തിട്ട് അതൊന്ന് പുതുക്കാൻ എന്നെ കൊണ്ട് ഇത്ര അടുത്ത് കിടക്കുന്ന പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്തായാലും ഭാഗ്യത്തിന് ഇവിടുന്ന് സിസ്റ്റേഴ്സ് എന്നോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല, ഞങ്ങൾ ആ ഉടമ്പടി പുതുക്കി. ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഹസ്ബൻഡിൻ്റെ ഈ കാര്യം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ അന്ന് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നതൊക്കെ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് അന്ന് തന്നെ കൊടുത്ത് ഇതൊക്കെ തീർന്നു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ഇത് കണക്ക് ഇവിടെ പുതുക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കിട്ടി. ഞാൻ അതെല്ലാം ഇവിടുന്ന് കൊന്ത വെഞ്ചരിച്ച് മാതാവിൻ്റെ നടയെ മുത്തിച്ച് അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളങ്ങ് പോയി. അവിടെ ചെന്ന് ഈ കൊന്ത ഞാൻ ഹസ്ബൻഡിൻ്റെ കഴുത്തേലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും ഒരു മെഡിക്കലിനൊന്നും വിളിക്കത്തില്ലായിരിക്കും, എന്നാലും സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന് പുതുക്കി കൊണ്ടുപോയ അന്ന് മുതൽ ഞാനും അച്ചാച്ചനും അമ്മച്ചിയും കുഞ്ഞും കൂടെ ഒന്നിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷവും രാവിലെ ഞങ്ങൾ ഒന്നിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും കൂടെ പ്രാർത്ഥിച്ച് ഞാൻ പത്രം എല്ലാം വിറ്റ് കൊടുത്ത് എല്ലാവർക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എല്ലാ ദിവസവും ഈ ഉടമ്പടി തൈലം ശരീരത്ത് പുരട്ടണം, പുള്ളിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശരീരത്ത് പുരട്ടി. ഈ ഷുഗറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ തേനും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ തേൻ കഴിച്ചാൽ ഷുഗറിന് കൊള്ളത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഈ തേനാണ് ഷുഗറിന് ഏറ്റവും വലിയൊരു മരുന്ന്, അതുകൊണ്ട് ഈ തേൻ വേണം നമ്മൾ കഴിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹസ്ബൻഡ് തേനും കഴിച്ച് ഈ ഉടമ്പടി തൈലവും പുരട്ടി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 20-ാം തീയതി പിന്നെ 20-ാം തീയതിയല്ല 18-ാം തീയതി അവിടുന്ന് പിന്നെ അവർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, 20-ാം തീയതി കൊച്ചിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും മെഡിക്കലിന് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓ വേണ്ട, എടുത്തിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നും കൂടെ ശ്രമിച്ച് നോക്കാം, നമ്മൾ കൃപാസനത്തിലെ ഉടമ്പടി എല്ലാം പുതുക്കിയതല്ലേ, നമുക്ക് മാതാവ് അനുഗ്രഹിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം 20-ാം തീയതി മെഡിക്കലിന് കൊച്ചിയിലേക്ക് പോവാം. ഞങ്ങൾ രാവിലെ പോകാനിറങ്ങിയപ്പോൾ ഞാൻ പുള്ളിയുടെ കയ്യിൽ ഈ കാശ് രൂപം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഇത് കൈ വെച്ചിട്ടേ മെഡിക്കലിന് കയറാവുള്ളൂ, നമുക്ക് മാതാവ് എന്തായാലും കൈവിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഇത് കൊടുത്തു. അപ്പോൾ ഈ പത്രമൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് 2:45 പുള്ളിക്ക് മെഡിക്കൽ കൊച്ചിയിൽ വെച്ചിട്ട്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്. സിസ്റ്ററിനെ എനിക്കൊന്ന് പരിചയമുള്ളതാണ്, ലിയ സിസ്റ്ററിനോട് ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ച്. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഇരുന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊരു പത്രം തരുമോ, ഞങ്ങൾ ഇന്നൊരു കാര്യത്തിന് പോവുക. അപ്പോൾ പറഞ്ഞു, അതിനെന്താ മോളെ എന്നും പറഞ്ഞു ഒരു പത്രം എനിക്ക് തന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ കാര്യം. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കണക്ക് ചേട്ടൻ്റെ മെഡിക്കൽ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് പോകും. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോള് നോക്കിക്കോ, ഉറപ്പായിട്ട് ഈ മെഡിക്കൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഈ ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പത്രവും വാങ്ങിച്ച് ഞങ്ങൾ മെഡിക്കലിനായിട്ട് അവിടെ ചെന്ന് രാവിലെ മുതൽ പോയി അവിടെ ക്യൂ ഇരുന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും 2:30 ആയപ്പോൾ ഹസ്ബൻഡിനെ അകത്തോട്ട് വിളിച്ച്. അപ്പോൾ ഞാനപ്പം ഈ കൃപാസനം പത്രം എടുത്ത് കൈ പിടിച്ച്, ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, ഞാനിങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവിടെ പുറത്തിരുന്ന്. ഹസ്ബൻഡ് പോയിട്ട് എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര വെപ്രാളം, കാരണം ഈ 3 മെഡിക്കലും ഫെയിലായി.
ഇനി പ്രതീക്ഷിക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, അപ്പം ഞാൻ ഈ പോകുന്നതിന് മുൻപ് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തരണേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടത്തി തരണേ. ഇനി അങ്ങനല്ല പറയുന്നത്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ച് നീ പ്രവർത്തിച്ച് തന്നാൽ മതി. കാരണം നിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നീ എനിക്കൊരു അവസരം തരണം. അത് അങ്ങനെ തരുവാണെങ്കിൽ എനിക്ക് ആ സാക്ഷ്യത്തിലൂടെ ഒരുപാട് പേരെ അത് അറിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ മഹത്വം നീയാണ് എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ഇനി നിൻ്റെ ഇഷ്ടമാണ്, മെഡിക്കൽ പാസ്സായാലും പാസ്സായില്ലെങ്കിലും അത് അമ്മ മാതാവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഈ പത്രം എടുത്ത് കൈ പിടിച്ച് അവിടെ ഇരുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, മാതാവേ, മാതാവിൻ്റെ ഇഷ്ടം എന്നതാണോ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു 4:15 ആയപ്പം ഹസ്ബൻഡ് പുറത്തോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു, പാസ്സായോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കളർ വിഷൻ പിന്നെയും കംപ്ലൈൻ്റ് ആയി ജൂണി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനി എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് സങ്കടം വന്നു, എൻ്റെ കണ്ണ് രണ്ടും അങ്ങ് നിറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒന്നും കൂടെ കളർ വിഷൻ ചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് പോകുന്നിങ്ങനെ എടപ്പള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോവുക, റോഡ് 2 കവർ ചെയ്യണം. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു അശ്രദ്ധയായിട്ട് നടന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ശ്രദ്ധിച്ച് നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി എന്ത് ശ്രദ്ധിക്കാനാ, എനിക്ക് ആ പടം സങ്കടം കൊണ്ടും വയ്യാന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് കണക്ക് അവർ ചെക്കപ്പിന് കൊണ്ടുപോയി, ഈ പുള്ളിനെ അകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് കൃപാസനം പത്രമുണ്ട്, ഈ കൊന്തയുണ്ട്. ഞാൻ അവിടെ നിന്ന് പിന്നെയും പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവേയും സങ്കടം വന്നപ്പം അങ്ങനെ പറഞ്ഞു പോയതാ, അത് കാര്യമായിട്ട് എടുക്കല്ലേ, എന്നെ പിന്നെയും പരീക്ഷിക്കല്ലേ, എന്നാലും നിൻ്റെ ഹിതം ഒന്ന് നിറവേറ്റായിരുന്നു, എനിക്കൊരു സാക്ഷ്യം പറയാനൊരു അവസരം തരാമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അവിടെ ഇരുന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ജോണി കളർ വിഷന് കുഴപ്പമൊന്നുമില്ല, ഇവർ സർട്ടിഫിക്കറ്റ് തരും, നമുക്ക് കളർ വിഷൻ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്, അപ്പം 5:30 ആകുമ്പോൾ ഞങ്ങളോട് അതിനകത്ത് പിന്നെയും തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. 5:30 ആയപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ ആ QVC സെൻറ്ററിനകത്ത്. അപ്പോൾ ഈ ഡോക്ടർ അകത്ത്, അപ്പോൾ ഡോക്ടർക്ക് 5:30 ആകുമ്പോൾ പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ 5:30 കഴിഞ്ഞ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ഇയാളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുമായിരുന്നു, അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സമയം കഴിയുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് പോവേണ്ടതാണ്, ഞാൻ നേരത്തെ പോകാനിരുന്നതാണ്, പിന്നെ ഇയാൾ വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഡോക്ടർ അന്ന് പോയിരുന്നെങ്കിൽ ആ മെഡിക്കലും ഫെയിലാണ് ഞങ്ങൾ. പിന്നെ 5ാമത്തെ മെഡിക്കൽ എടുക്കാനായിട്ട് പിന്നെ പോകുമെന്ന് ചോദിച്ചാൽ പോകത്തില്ല, ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കലിന് പോകത്തില്ല. ആ ഡോക്ടറോടെ വെയിറ്റ് ചെയ്തിരുന്ന് ഈ മെഡിക്കൽ പാസ്സാക്കി തന്നു. അപ്പം ഞാൻ തിരിച്ചു പോകുന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന് ഞാൻ പറഞ്ഞു, മെഡിക്കലൊക്കെ പാസ്സാക്കി, ഇനി ടിക്കറ്റ് എന്നാ വരുന്നതെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ മാതാവിൻ്റെ ഇഷ്ടമാണ്, എന്തായാലും ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നതിന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ പാസ്സായി. നാളെ വ്യാഴാഴ്ച ഹസ്ബൻഡ് ഖത്തറിലേക്ക് ജോലിക്ക് പോവുകയാണ്. മാതാവ് തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല, അതൊരു വലിയ സത്യം തന്നെയാണ്. പിന്നെ മാതാവിനോട് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മകൻ 10ലാണ്, അവൻ്റെ നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. കുറച്ച് നാൾ പിന്നെ മാതാവിനെ വിളിക്കാതെ വന്നപ്പോഴത്തേക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷെ എന്നാലും ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയും വിശ്വാസമൊക്കെ ഉണ്ട് മാതാവിനോട്. നിങ്ങളുമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹസ്ബൻഡ് ഇനിയിപ്പോൾ ജോലിക്ക് പോവുകയാണ്, നല്ലൊരു ജോലി കിട്ടാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ജോലിക്ക് പോകാനായിട്ട്. അതിനുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെക്കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം ഹോസ്പിറ്റൽ സന്ദർശനം ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഉള്ളൊരു കാര്യമായി എനിക്ക്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിരുന്നു, ക്യാൻസർ വാർഡിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു കാരുണ്യ പ്രവർത്തനം ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെയൊക്കെ ഹസ്ബൻഡിൻ്റെ പൈസ വരുമ്പോഴേക്കാണെങ്കിലും ശമ്പളം വരുമ്പോഴാണെങ്കിലും ആരെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്കാണെങ്കിലും കൊടുത്തും സഹായിച്ചുമൊക്കെ തന്നെയാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നിയോഗത്തിൻ്റെ കൂടെ നിന്ന് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയറായിട്ട് ഈ മകൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പല അനുഭവ സാക്ഷ്യങ്ങളിലും ഇങ്ങനെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയോഗം ആയിരുന്നതുകൊണ്ടാണ് നമ്മളിത് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ചത്. കാരണം അവസാനം പറഞ്ഞതുപോലെ ദൈവഹിതമാണെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, അപ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും അപ്പോൾ ഇവർ കുടുംബമായിട്ടുമൊക്കെ പ്രാർത്ഥിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉടമ്പടി എടുക്കുന്നവർ മാത്രം ഒരു കുടുംബത്തിലും എഴുതിരി കത്തിച്ച് പ്രാർത്ഥന നടത്തുന്നതല്ല. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സാക്ഷ്യങ്ങളിടയിൽ നിങ്ങൾ വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്.
ഉടമ്പടി എടുത്ത ആൾ ആ കുടുംബത്തിനെ എല്ലാവരും കൂടി ചേർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ മക്കളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും പിന്നെ ബാക്കിയുള്ള എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ളതും, ഒപ്പം മാതാവായിട്ടുള്ള പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പം വളരെ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വന്തം അമ്മയുടെ ഒക്കെ എന്ന് പറയുന്നത് പോലെയുള്ളൊരു അടുപ്പവും ബന്ധവും സാക്ഷ്യത്തിൽ നിന്നത് വ്യക്തമാണ്. അപ്പം മാതാവുമായിട്ട് ഇങ്ങനൊരു ബന്ധം ഉടമ്പടി വഴി പലർക്കും സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലർ പിണങ്ങിയാണെങ്കിലും സന്തോഷത്തോടെയാണ്, ദുഃഖത്തോടെയാണെങ്കിലും, പക്ഷേ ഈ സാക്ഷ്യങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിയോഗങ്ങളോടൊപ്പം അമ്മ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ. ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും വലിയൊരു ഇടപെടലും അനുഭവിക്കുവാനും അങ്ങനെ ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാനായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.